രക്ഷ, വീണ്ടെടുപ്പ്, മാനസാന്തരം, പുനർജനനം, സ്നാനം, കർത്താവിൻ്റെ അത്താഴം, ഇങ്ങനെ ഇന്നത്തെ ചർച്ചുകളിൽ അല്ലെങ്കിൽ ഇന്നത്തെ നാമധേയ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളിൽ, ഡോക്ട്രിൻസിനകത്ത് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ? അത് ഇന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രക്ഷ, വീണ്ടെടുപ്പ്, സ്നാനം, ഇങ്ങനെയുള്ള ആ വാക്കുകൾ, ടെർമിനോളജി ഇസ്രായേലിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. മറ്റുള്ള മനുഷ്യർക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ന്യായപ്രമാണം എന്ന് പറയുന്ന ആ ബോണ്ടേജിനകത്ത് ജനങ്ങളെ തളച്ചിട്ട് അന്നത്തെ യഹൂദ മതം ജനങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരുന്ന, അടിമത്വത്തിൽ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റത്തെ പൊളിച്ച് അതിനകത്തുനിന്ന് ജനങ്ങളെ റെസ്ക്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു ജീസസ് ക്രൈസ്റ്റിലൂടെ ദൈവം ആഗ്രഹിച്ചത്. സോ അവിടെയാണ് ഈ രക്ഷ വരുന്നത്, അവിടെയാണ് ഈ വീണ്ടെടുപ്പ് വരുന്നത്, അവിടെയാണ് സ്നാനത്തിൻ്റെ ആവശ്യം വരുന്നത്. സോ അത് ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമുള്ള കാര്യമാണ്. സോ അതൊരിക്കലും കേരളത്തിലിരിക്കുന്ന, ഇന്ത്യയിലിരിക്കുന്ന, അമേരിക്കയിലിരിക്കുന്ന, യൂറോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമില്ല. സോ ബൈബിളിനകത്ത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരിക്കുന്ന ചില ആത്മീക മർമ്മങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ടുന്ന ചില ആത്മീക പരിവർത്തനങ്ങളുണ്ട്. അത് സകല മനുഷ്യർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന ടെർമിനോളജീസ് ഒന്നും എല്ലാ മനുഷ്യർക്കും ബാധകമല്ല. പക്ഷേ എന്തുകൊണ്ടോ ഒരു ക്രിസ്തീയ മതം, അതിനകത്ത് ഏത് ഡിനോമിനേഷൻ ആണെങ്കിലും അതിനകത്ത് അന്ന് യഹൂദ മതം ജനങ്ങളെ തളച്ചിട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിക്കകത്ത് ജനങ്ങളെ പീഡിപ്പിക്കുവാനും ജനങ്ങളെ യൂട്ടിലൈസ് ചെയ്യാനും അങ്ങനെ അവരെ അടിമത്വത്തിനാക്കി വെച്ചുകൊണ്ട് ഒരു വിഭാഗക്കാർക്ക് സുഭിക്ഷമായി ജീവിക്കുവാനും പല പൊസിഷനിലിരിക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് അന്ന് എന്തായിരുന്നോ യഹൂദ മതം അതിൻ്റെ ഒരു എൻലാർജ്ഡ് വേർഷനാണ് ഇന്ന് ക്രിസ്തീയ മതം. സോ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഫേക്ക് റിലീജിയനെ, അന്ന് യഹൂദ മതത്തെ തകർത്ത്, ആ ദേവാലയത്തെ തകർത്ത്, യാഗങ്ങളെ തകർത്ത്, പൗരോഹിത്യത്തെ നിർത്തലാക്കി എങ്ങനെയാണോ ജനങ്ങളെയെല്ലാം ജീസസ് ക്രൈസ്റ്റിലൂടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നത്, അതുപോലെ ഇന്ന് ഫേക്കായിട്ടുള്ള ഈ ക്രിസ്ത്യൻ മതത്തിൻ്റെ ഡോക്ട്രിൻസിനെയും അവരുടെ അടിമത്വത്തിനെയും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെയും ഒക്കെ നിർത്തിയിട്ട്, ഇല്ലായ്മ ചെയ്തിട്ട്, ഡെമോളിഷ് ചെയ്തിട്ട് ജനങ്ങളെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. സോ അതിന് ഈ കാര്യങ്ങളല്ല വേണ്ടത്. ഏതാ ഈ ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന സ്നാനമോ അല്ലെങ്കിൽ മറ്റുള്ള കൂദാശകളോ അതൊന്നുമല്ല വേണ്ടത്. ശരിക്കും ജനങ്ങൾക്കൊരു ബോധവൽക്കരണം, സത്യം എന്താണ് എന്ന് ജനങ്ങളെ ശരിക്കും പഠിപ്പിക്കുന്ന ഒരു പരിവർത്തനം, അതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. അല്ലാതെ ഇന്ന് ക്രിസ്തീയ മതവും അതിനനുബന്ധമായ സംഘടനകളും പ്രഘോഷിക്കുന്ന സുവിശേഷം ഫേക്കാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ, ഞാൻ പറഞ്ഞതിനപ്പുറത്ത് മറ്റൊരു സുവിശേഷം നിങ്ങളടുത്ത് ഇനി ദൈവദൂതൻ വന്ന് പറഞ്ഞാൽ പോലും അത് ശാപമാണ്. അപ്പോൾ ബൈബിൾ പറയാത്ത, ദൈവം പറയാത്ത, ജീസസ് ക്രൈസ്റ്റ് പറയാത്ത, അപ്പോസ്തലന്മാർ പറയാത്ത ഒരു ഫേക്ക് ഗോസ്പലാണ്, സുവിശേഷമാണ് ഇന്ന് ക്രിസ്തീയ മതം ഈ പല ലേബലുകളിൽ, പല ടെർമിനോളജീസിൽ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൾട്ടാണ്. അതിനകത്തുനിന്ന് പുറത്ത് വന്ന് ദൈവം ആഗ്രഹിക്കുന്ന, ബൈബിൾ പറയുന്ന ഒരു ആത്മീക സ്വാതന്ത്ര്യത്തിലേക്ക് വരേണ്ടുന്നതിൻ്റെ ആവശ്യം ഏറെയാണ്.